ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. വള്ളിക്കട കടവ് പാലത്തിന്റെ പ്രാരംഭ നടപടികൾക്ക് തുടക്കമിട്ടതായി മാത്യു കുഴൽനാടൻ MLA. പാലം യാഥാർത്ഥ്യമായാൽ മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്ന പദ്ധതിയായി മാറും. ആരക്കുഴ, ആവൂലി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വള്ളിക്കട കടവ് പാലത്തിന്റെ പ്രാരംഭ നടപടികൾക്ക് തുടക്കമിട്ടതായി മാത്യു കുഴൽനാടൻ MLA. പാലം യാഥാർത്ഥ്യമായാൽ മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്ന പദ്ധതിയായി ഇത് മാറും. പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗമാണ് പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. ഇരു പഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമെന്നതിലുപരി ഇടുക്കി ജില്ലയിൽ നിന്നും വരുന്നവർക്ക് മൂവാറ്റുപുഴ നഗരത്തിൽ പ്രവേശിക്കാതെ തന്നെ എളുപ്പത്തിൽ എറണാകുളത്തേക്ക് പോകാനുള്ള ബൈപ്പാസായി പാലം മാറും. ഇടുക്കിയിൽ നിന്നും വരുന്നവർക്ക് വാഴക്കുളം വഴി പരീക്കപ്പിടിക ജംഗ്ഷനിൽ വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമുള്ള റോഡിലേക്ക് കടന്ന് വള്ളിക്കട പാലത്തിലൂടെ പെരുമ്പല്ലൂരെത്തി എയിംസ് റോഡിൽ പ്രവേശിക്കാൻ സാധിക്കും. തുടർന്ന് കായനാട് വഴി പെരുവമൊഴിയിലെത്തി കോലഞ്ചേരി, എറണാകുളം എന്നിവിടങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. കോട്ടയം പോകുന്ന യാത്രികർക്കും മൂവാറ്റുപുഴ നഗരം ഒഴിവാക്കി സഞ്ചരിക്കുവാൻ ഈ പാലം ഗുണകരമാകും. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് ഈ പദ്ധതിക്ക് വേണ്ടി 5 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിലാണ് പദ്ധതിക്ക് അനുമതി നൽകുന്ന കാര്യത്തിൽ ധാരണയായത്. പദ്ധതിയുടെ എസ്റ്റിമേറ്റ് വേഗത്തിൽ തയ്യാറാക്കി സമർപ്പിക്കുവാൻ മന്ത്രി MLAയോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തുടങ്ങിയത്. എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പദ്ധതി പ്രദേശം സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാബു പുത്തൂർ, ജോജി ജോസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാലി അഗസ്റ്റിൻ, പോൾ ലൂയിസ് എന്നിവർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.